ഹായ്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് എന്നത്തെയും പോലെ കുക്കിംഗ് വീഡിയോസ് ആയിട്ടല്ല. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ വെക്കേഷൻ തുടങ്ങിയല്ലോ. അപ്പോൾ 2 മാസമായിട്ട് ഇനി വെക്കേഷനാണ്, ഇഷ്ടംപോലെ ടൈം ഉണ്ടാവും. എക്സാമൊക്കെ ആയിട്ട് ഹെയറൊന്നും ശ്രദ്ധിക്കാതെ പഠിത്തം, സ്കൂളിൽ പോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ അറിയാം, കുട്ടികൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല. നമ്മുടെ ഹെയറിൽ തേക്കാവുന്ന കുറച്ച് തരം താളികളെ കാണിച്ചു തരാം ഞാൻ. അതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ചെമ്പരത്തി, ഇത് പിന്നെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും മുട്ടുമൊക്കെ നല്ലൊരു താളിയാണ്. ഇത് നല്ല കണ്ടീഷണർ പോലെ പ്രവർത്തിക്കും കേട്ടോ നമ്മുടെ മുടിയിൽ. ദിവസം ചെമ്പരത്തി താളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല തിളക്കും, അതുപോലെ താരം പോവും, നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. പിന്നെന്താ, താരനൊക്കെ പോയി കിട്ടും, മുടി വേഗം വളരും. അതുപോലെ തന്നെ എണ്ണ കാച്ചാനും ചെമ്പരത്തി പൂ നല്ലതാണല്ലോ. അങ്ങനെ ചെമ്പരത്തി കേട്ടോ, ഇതെല്ലാവർക്കും പെട്ടെന്ന് കിട്ടാവുന്ന തന്നെയാണല്ലോ ചെമ്പരത്തിയുടെ ഇലയൊക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് താളി. പിന്നെ ഞാൻ ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയണതാണ്. പിന്നെ ഞാൻ വേറെ കുറച്ച് താളികളതിനെ കുറിച്ച് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിൽ പിന്നെ അമിനോ ആസിഡും വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കെരാറ്റിൻ പ്രൊഡക്ഷനൊക്കെ വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിനെയൊക്കെ സ്ട്രെങ്തൻ ആക്കും, ഹെയർ ഫോളൊക്കെ കുറയ്ക്കും കേട്ടോ. ഇത് പിന്നെ ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ, താരൻ അതിനെയൊക്കെ ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത താളി പറമ്പിലുണ്ട്, നമുക്കത് നോക്കിയിട്ട്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഇതാ കുരുമുളക് താളിയായിട്ട് ആരും പ്രതീക്ഷിക്കില്ല, പക്ഷെ കുരുമുളക് നല്ലൊരു താളിയാണ്. കുരുമുളകിൻ്റെ ഇലയല്ല കേട്ടോ ഉപയോഗിക്കുക, കുരുമുളകിൻ്റെ തണ്ടുണ്ടല്ലോ, ഇങ്ങനത്തെ തണ്ടെടുത്തിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് തലയിൽ തേച്ചാൽ താരം പോകാനും അതുപോലെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് കേട്ടോ. ഇതൊരു നല്ല താളിയായിട്ട് ഉപയോഗിക്കാം. ഞാനിത് പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് ന്യൂട്രീഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കാൽപ്പിലത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം തന്നെ ഓൾറെഡി നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഇത്രയും നല്ല താളിയെന്ന് നമ്മൾ വിചാരിക്കണില്ലല്ലോ. നമ്മുടെ ഇടവഴിയിൽ നിറച്ചും മുല്ലപ്പൂ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് കുറച്ചിതാ പറക്കിയെടുത്തിട്ടുണ്ട്. നല്ല മണമുണ്ട്. ആ പ്ലാവിൻ്റെ മുകളിലേക്കാണ് പടർന്നിരിക്കണേ, അതുകൊണ്ട് പൊട്ടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് മുകളിലല്ലേ, കൊഴിഞ്ഞ് വീഴുമ്പോഴാണ് കിട്ടുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ താഴത്തുണ്ടായിരുന്നു, അത് വലുതായി പടർന്നു പോയി. ഇനി താഴത്ത് കൊമ്പ് നടണം. ഇത് രസമല്ലേ മുല്ലപ്പൂ കാണാനായിട്ട്. ഇതിന് മണം കേൾക്കുമ്പോൾ എപ്പോഴും ഒരു കല്യാണത്തിന് പോയ ഫീലാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ഒരു മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ മണമാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക. ഇതെന്തായാലും കൊണ്ടുപോയി കോർത്ത് തലയിൽ വെക്കണം കേട്ടോ. അടുത്തതായിട്ടുള്ളത് ഇതാണ് കേട്ടോ, പാടത്താളി എന്ന് പറയും. ഇത് നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് ഇലയാണ്. ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് കേട്ടോ. താരം പോകാനൊക്കെ വളരെ നല്ലതാണ്. അത് പുഴു തിന്നണു ഇതല്ല, പക്ഷേ നല്ല ഇലകൾ, വേനലായതുകൊണ്ട് നല്ല ഇലകൾ കാണാനില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതൊരു വള്ളിച്ചെടിയാണ്. ചുറ്റുമുള്ള ചെടികളിലൊക്കെ പടർന്നു പിടിച്ചിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ താളി ഉണ്ടാക്കാമെന്നും തലയിൽ തേക്കാമെന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ അവസാന ഭാഗം കാണാൻ മറക്കരുത് കേട്ടോ ആരും. പിന്നെ ഇതാണ് ആര്യവേപ്പിൻ്റെ താളി കേട്ടോ. ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ പറഞ്ഞുതരാം, അതിനെ എല്ലാവർക്കും അറിയാമല്ലോ. ആര്യവേപ്പ്, കൈക്കണ വേപ്പ് എന്നൊക്കെയാണ് ഇതിനെ ഇവിടെ സാധാരണ പറയുക. ഇത് താരം പോകാനായിട്ട്, എണ്ണ കാച്ചാനും അതുപോലെ താളിയിട്ട് ഉപയോഗിക്കാനൊക്കെ ബെസ്റ്റാണ്. പിന്നെ തലയിലുണ്ടാവുന്ന ചൊറിച്ചിലുകളൊക്കെ മാറാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ കരിയിലല്ല കേട്ടോ. എന്താ കരിയില കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ഈ കാണുന്ന വള്ളിയില്ലേ, ഇതാണ് മൂടില്ല താളി കേട്ടോ. ഇത് ഒരു പരാതസസ്യമായിട്ട് വളരുന്നതാണ്. വേനൽക്കാലം ആയതുകൊണ്ട് ഇതൊക്കെ ഉണങ്ങിപ്പോയിട്ടാണ്. ഞാനിനി വർഷക്കാലത്ത് ഇതുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇതാണ് നീറോലി കേട്ടോ. ഇതിൻ്റെ കുഞ്ഞി ചെടിയാണിത്. ഞാൻ വലിയ ചെടി പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നീറോലി എന്ന് പറയണത്. ഇതും നല്ലൊരു താളിയാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ താളികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, താളികളാകുമ്പോൾ ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. ഷാമ്പു ആകുമ്പോൾ ദിവസം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ താളികൾ ദിവസം ഉപയോഗിച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ ഡാമേജ് ഒരുവിധം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഹെയർ സ്പ്ലിറ്റ് ആവുക, അതുപോലെ കൊഴിച്ചിൽ, താരൻ, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസിന് ഈ താളികൾ വളരെ നല്ലതാണ് കേട്ടോ. പണ്ടുള്ള അമ്മമാരൊക്കെ താളികളാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അന്ന് ഷാമ്പൂ ഒന്നും ഇത്ര ഇതില്ലല്ലോ, ഷാമ്പൂ കണ്ടീഷണറൊന്നും. അപ്പം നമുക്ക്
ഈ താളികൾ ഉപയോഗിക്കണമെങ്കിൽ ഇനിയുള്ള 2 മാസം വെക്കേഷൻ കാലം താളികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കുറേ ഹെയറിൻ്റെ പ്രോബ്ലംസിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണ വിധത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കിട്ടണ താളി എന്താണോ, ഇതെല്ലാം ഉപയോഗിക്കണം എന്നല്ല പറയണേ, കിട്ടണ താളി ഏതാണോ, നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉപയോഗിച്ച് നോക്കുക. ഇനിയും ഇഷ്ടംപോലെ താളികളുണ്ട് കേട്ടോ. ഇവിടെ നാട്ടുപ്രദേശം ആയതുകൊണ്ട് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാവും. അത് വർഷക്കാലത്താണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് ഫുള്ള് ഉണങ്ങി കരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാനിനി വർഷക്കാലത്ത് ഇനി കാണുമ്പോൾ ബാക്കിയുള്ള താളികളുടെ വീഡിയോ ഒക്കെ ഇടാട്ടോ. അപ്പോൾ ഞാൻ പാടത്താളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനായിട്ട് ഞാൻ ദേ പാടത്താളി കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ പടർന്നിട്ടാണ് വളർന്നേക്കണേ, അതുകൊണ്ട് പൊട്ടിക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേലിയിൽ നിന്നൊക്കെ അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. നിറച്ചും പൊടിയായിരിക്കും, പൊടി തുള്ളിയിട്ടേ, അതുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കണം. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ഡാൻഡ്രഫ് പോകാനും ഇച്ചിങ് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് വളരെ നല്ലതാണിത്. ഇങ്ങനെയൊക്കെയാണ് താളികളുടെ ഉപയോഗങ്ങളും ഗുണങ്ങളും എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളിതൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഷാമ്പു ഒക്കെയാണ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ അത് കഴുകിയെടുത്തിട്ട് ഞാനൊരു കല്ലിൽ, ഇത് അലക്കുകല്ലാണ് കേട്ടോ, അതിന്മേൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ചെടുക്കുകയാണ്. ഇനിയിപ്പം നമുക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. എന്നിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കണം എന്ന് മാത്രം. ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഉരച്ചെടുത്തു. നമ്മൾ പണ്ടൊക്കെ എല്ലാ താളികളും ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചിട്ട് താളികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പണ്ട് അമ്മമാർ മിക്സിയൊന്നും തരില്ല ഇങ്ങനത്തെ ആവശ്യത്തിനൊന്നും. നമ്മൾ കല്ലിൽ തന്നെ അരച്ചുണ്ടാക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തു, നന്നായി ഉരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പിഴിഞ്ഞ് എടുക്കുക കേട്ടോ. അപ്പം നല്ല കൊഴുപ്പുള്ള താളി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആ വേസ്റ്റ് ചണ്ടി കളയാം കേട്ടോ. പിന്നെ എപ്പോഴും എല്ലാ താളികളും ഉപയോഗിക്കണ പോലെ ഇതും അരിച്ച് വേണം ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ തലേന്ന് ഇത് കളയാനായിട്ട് നല്ല പാടാവും. അല്ലെങ്കിൽ നമ്മൾ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ മുങ്ങി കുളിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോകും. നമ്മളിപ്പോൾ കപ്പിൽ വെള്ളം എടുത്ത് കുളിക്കുമ്പോഴൊക്കെ അത് പിന്നെ കഴുകി കളയാൻ പാടാവും. അപ്പം നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ തലേന്ന് കഴുകി കളയാൻ. അപ്പം ഞാനിതാ ഒരു തുണിയിലിട്ടിട്ട് അരിച്ചെടുത്തു കേട്ടോ. ഇത് പെട്ടെന്ന് ഉപയോഗിക്കണം കേട്ടോ അരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഇരിക്കും തോറും കട്ടിയായി വരും. ഇത് റെഡി ആയിട്ടാ. അതേ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഇതിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ല തിക്കാവും. അപ്പം നമുക്ക് ഇത് ഇപ്പം തന്നെ തലയിൽ തേക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ എന്ത് താളി ഉപയോഗിക്കുമ്പോഴും എണ്ണ ആദ്യം തേച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, അതിപ്പോൾ ഏതൊരു ഏതൊരു താളിയും ഏത് താളി ഉപയോഗിക്കുമ്പോഴും നമുക്കത് അലർജി ഇല്ലയെന്ന് അലർജി ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെവിയുടെ പിന്നിൽ കുറച്ചിങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചൊറിച്ചലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഉപയോഗിക്കരുത്. അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അപ്പം നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് തേച്ച് കൊടുക്കുക കേട്ടോ, തലയൊട്ടിയിൽ തേച്ച് കൊടുക്കുക. അത് മേലിക്കൊന്നും ആവണ്ടെങ്കിൽ നമ്മൾ കുമ്പിട്ട് നിന്നിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മേലിക്ക് ഒഴുകി വരില്ല. അപ്പോൾ തേച്ച് കൊടുത്തിട്ട് നമുക്കിത് കഴുകി കളയാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാം. നല്ല വെള്ളത്തിൽ വെറുതെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ.